ഇതുപോലെ മൂഞ്ചി നിൽക്കുന്ന നിന്നെ കാണാനാണ് അനിയ ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. ഇങ്ങോട്ടൊരു പണി വന്നപ്പോൾ തിരിച്ച് അങ്ങോട്ടും തന്നു. നിങ്ങൾക്ക് അതൊന്ന് ക്ഷമിച്ചുകൂടെ? അതല്ലല്ലോടാ നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തെറ്റുകളൊക്കെ പെട്ടെന്നങ്ങ് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മഹാഭാരതവും രാമായണമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. അതങ്ങനെ നീറിപ്പുകഞ്ഞ് കത്തിക്കയറി അങ്ങ് അവസാനിക്കണം. ഒടുക്കൻ രണ്ടിൽ ഒരാളെ കാണുള്ളൂ. അത് പോട്ടെ, കാര്യത്തിലോട്ട് വാ. എന്താ അറിയണ്ടേ? ചേട്ടാ, നമുക്കറിയാവുന്നൊരു പയ്യൻ്റെ പുറത്ത് ബാധ കയറി അല്ലേ? അതും പുള്ളിയുടെ മുത്തച്ഛൻ്റെ. അങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങളെന്താ നടന്നേന്ന് പറ. സംഭവം ചാത്തസേവ തന്നെ. പക്ഷേ ബാധ കയറി നിങ്ങളെങ്ങനെ അറിഞ്ഞേ? ആ പയ്യൻ്റെ ചെറിയച്ഛൻ അവനെ അച്ഛാന്നാണ് വിളിക്കുന്നത്. അത് മാത്രമല്ല, അവൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും മൊത്തം മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ്റെ മുത്തച്ഛൻ്റെ ആത്മാവ് അവൻ്റെ ശരീരം കൊണ്ട് നടക്കുകയെന്ന്? എടാ, അങ്ങനെ സംഭവിക്കത്തില്ല, പോടാ അവിടുന്ന്. ഇല്ല ഏട്ടാ, ഞാൻ കണ്ടതല്ലേ. ചിലപ്പോൾ രാത്രി മാത്രമേ അവൻ്റെ മുത്തശ്ശൻ അവൻ്റെ ശരീരത്തിൽ കയറുന്നുള്ളായിരിക്കും. എടാ, എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ പറയുന്നേ? അഥർവേദം എന്താണെന്നറിയോ? പണ്ട് ശങ്കരാചാര്യ പരകായ പ്രവേശനം നടത്തിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് കരുതി ഒരു ശരീരത്തിൽ ഒരാത്മാവുള്ളപ്പോൾ വേറൊരു ആത്മാവിന് കയറാൻ സാധിക്കില്ല. ഇല്ല ഏട്ടാ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. എടാ, അഥർവവേദം അനുസരിച്ച് ഒരു ശരീരത്തിൽ ഒരാത്മാവുള്ളപ്പോൾ വേറൊരു ആത്മാവിന് കയറാൻ കഴിയില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യനിപ്പോൾ മരിച്ചിട്ടുണ്ടാകണം. അവനിപ്പോൾ അവൻ്റെ ജീവൻ കാണത്തില്ല.